ഈ ധാരാവി ധാരാവിന്ന് കേട്ടിട്ടുണ്ടോ? ഈ ധാരാവി ധാരാവി നീയൊക്കെ ധാരാവി ധാരാവിന്ന് കേട്ടിട്ടുണ്ടോ? കേൾക്കുക മാത്രമല്ല അവിടെ പോവുകയും അത് കാണുകയും ചെയ്തു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് അഭിവന്യ വാണിയപ്പുരയ്ക്കൽ പിതാവിനോടൊപ്പം ധാരാവിയിൽ കുർബാനയ്ക്ക് പോയപ്പോൾ പിതാവ് ഒരു ചെറിയ ആഗ്രഹം പറഞ്ഞു, ധാരാവി ഒന്ന് കാണണമെന്ന്. അങ്ങനെ അവിടുത്തെ വികാരിച്ചിനും സിസ്റ്റേഴ്സും കൂടെ അവർക്ക് പരിചയമുള്ള ഒരു തമിഴ് വംശജരുടെ വീട്ടിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന രംഗമാണ് ഈ കാണുന്നത്. ഇടുങ്ങിയ ഒരു ചെറിയ ഊടുവഴിയിലൂടെ ഞങ്ങൾ പോയി വളരെ കുനിഞ്ഞ് പ്രയാസപ്പെട്ടാണ് ആ ഭവനത്തിലേക്ക് കയറിയത്. ഇതുപോലെ ഏകദേശം ലക്ഷക്കണക്കിന് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇടമാണ് ധാരാവി, ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ലം. ഞങ്ങൾ ആ വീട്ടിൽ ചെന്നപ്പോഴേനും ഈ അമ്മച്ചി ഞങ്ങളെ വളരെ സ്നേഹത്തോടുകൂടി സ്വീകരിച്ചു. ഞങ്ങളുടെ എല്ലാവരുടെയും കാലുകൾ അമ്മച്ചി തൊട്ടു വണങ്ങി. എത്ര ഭവ്യതയോടുകൂടി അവർ ഞങ്ങൾ സ്വീകരിച്ചെന്നറിയാമോ? അമ്മച്ചിയും 7 മക്കളുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. താഴെ ചെന്നപ്പോഴത്തേനും ഞങ്ങൾ വിചാരിച്ച അത്രയേ ഉള്ളൂ എന്ന്. അമ്മച്ചി പറഞ്ഞു മുകളിലാണ് ഞങ്ങൾ താമസിക്കുന്നതെന്ന്. അങ്ങനെ പിതാവ് ആ ചെറിയ കോണിലൂടെ മുകളിൽ കയറിയപ്പോഴത്തേനും നേരെ നിന്ന് കഴിഞ്ഞാൽ ആ ഫാനിൽ ഇടിക്കും, അത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഭവനമായിരുന്നു അവരുടേത്. ഈ കാണുന്ന ഈ സ്പേസിലാണ് കേട്ടോ അവർ കടക്കുന്നതും പാകം ചെയ്യുന്നതും പഠിക്കുന്നതും എല്ലാം വിശ്രമിക്കുന്നതും ഒക്കെ. അങ്ങനെ അവിടെയെല്ലാം സന്ദർശിച്ച് അവരോടൊക്കെ വർത്താനം പറഞ്ഞ് പിതാവ് അതിസാഹസികമായിട്ട് താഴേക്ക് ഇറങ്ങുന്ന രംഗമാണ് ഈ കാണുന്നത്. ഞങ്ങൾക്കിത് ഇന്നത്തെ ഒരു ദിവസത്തെ സാഹസികതയാണെങ്കിൽ അവർക്കിത് കഴിഞ്ഞ 50 വർഷമായിട്ടുള്ള അവരുടെ ജീവിത രീതിയാണ്. അമ്മച്ചി ഞങ്ങളോട് പറഞ്ഞു 50 വർഷമായി അമ്മച്ചി ഈ വീട്ടിലേക്ക് കടന്നു വന്നിട്ടെന്ന്. ധാരാവിയിലെ പല ജീവിതങ്ങളും ഇതുപോലെയാണ്. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പിതാവ് ആ വീടിന് വേണ്ടി